ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഫേക്ക് ന്യൂസാണ്. എനിക്ക് ഒരു തരത്തിലുള്ള PR ഇല്ല. ഞാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വയ്ക്കുന്നു, ഹൗസിനുള്ളിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. ആ ആളുകളുടെ സ്നേഹം കിട്ടി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്ദി. ഒരുപാട് വിമർശനങ്ങൾ, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് സൗഹൃദമാണ്. എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്? എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല, ഇന്നയാൾ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ്. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലോ, സെലിബ്രിറ്റി ആയില്ലേ. ഇനിയിപ്പോൾ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും 100 ഡേയ്സിൽ നിന്ന് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. അല്ല, സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിലെടുക്കും. മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് 100% ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ. കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത്. എന്നാൽ പോസിറ്റീവ് കമൻസ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളുമല്ല. എന്താ പറയുക, ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരായിട്ടും സൗഹൃദമുണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ്, ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ. ദിവസങ്ങൾ കഴിയരുത്